പൊതുവെ നമുക്ക് ഷാപ്പിലെ കറികളോടൊക്കെ ഇഷ്ടമുണ്ട്. അപ്പം ഈ കറി ആ രീതിയിലാണ് നമ്മളൊന്ന് പ്രിപ്പയർ. നമസ്കാരം. മീൻതലക്കറിയും ചക്കപ്പുഴുക്കും നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ചക്ക നൈസായിട്ട് ആവി കയറ്റി വെച്ചിരിക്കുന്നതാണ്. കൂടുതലുള്ളപ്പോൾ നമുക്കിങ്ങനെ വെക്കാം. അതെന്ന് പറയുമ്പം ആവി കയറ്റാനായിട്ട് ഉപ്പ്, തേങ്ങാപ്പീര ഇടുക, ഒന്ന് ചെറുതായിട്ട് ചൂട് കൊടുത്ത് വെക്കുക. അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇനി ഇതിനെ ചക്കപ്പുഴുക്കാക്കി മാറ്റാം. ഇതിൻ്റെ തല എന്ന് പറയുമ്പം ഷാപ്പിലെ രീതിയിൽ കറി വെക്കണ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളത് സാധാരണ ഫുള്ളായിട്ടാണ് എല്ലാവരും കറി വെക്കണത്. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ല സംഭവങ്ങൾ മാത്രം എടുത്ത് പ്രത്യേക അരപ്പൊക്കെ ചേർത്തിട്ട് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ ചക്കയുടെയൊക്കെ സീസണാണ്. അത് കൂടുതലുള്ളപ്പോൾ നമ്മൾ വാട്ടി വെക്കാറുണ്ട്. അത് പുതുപുത്ത് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റിലൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇത് രണ്ടും കൂടെ നല്ലൊരു കോംബോയാണ്. അപ്പോൾ നമ്മൾ ഈ കറി ടേസ്റ്റ് കിട്ടാനായിട്ട് അവസാനം കുരുമുളക്, വെളുത്തുള്ളി, വെളിച്ചെണ്ണ, ഉപ്പ് ഒരു പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്തിട്ട് കറി വെന്ത് വാങ്ങാൻ നേരത്തിട്ട് മൂടി വെച്ചിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. പ്രത്യേക ഒരു സ്മെല്ലാണ്. അപ്പം നമുക്ക് എപ്പോഴും ഏത് ഫുഡും അതിൻ്റേതായ നല്ല രീതിയിൽ ടേസ്റ്റിൽ കഴിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കെല്ലാവർക്കും മീൻ ഇഷ്ടമാണ്. അപ്പോൾ മീനിന് പല രീതി നമുക്ക് കറി. ഇനി നമുക്ക് വീഡിയോയിലോട്ട്. ഇത് മീൻ തലക്കറിയുടെ കൂട്ടു സാധനങ്ങളാണ്. പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി, കുടംപുളി, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, ഉപ്പ്. ഇത്ര സാധനം എണ്ണയിലിട്ട് ആദ്യം ബാക്കിയെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം അവസാനം വേണം മുളക് പൊടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുരുമുളകും ഇച്ചിരി ഉലുവയും കൂടെ പച്ചയ്ക്ക് പൊടിച്ച് ചേർക്കണം. അപ്പം നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവണം. അപ്പോൾ ഈ അരപ്പിൻ്റെ ആദ്യം ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളത് മസ്റ്റാണ്. പുളി നമ്മൾ കഴുകിയൊക്കെ ഇട്ടത് വെക്കണം. അപ്പോൾ ഇതെല്ലാം ചതച്ചെടുത്താണ് ഇടേണ്ടത് ഈ കറിക്ക്. മീൻ കഴുകി വെച്ചിട്ടുണ്ട്. മീൻ കഴുകി വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തല എന്ന് പറയുമ്പോൾ അതിൻ്റെ മീൻ തല എന്ന് പറയുമ്പോൾ തലയുടെ എല്ലാ ഭാഗങ്ങളും ഒക്കെ ഉണ്ടാവും. ഇഷ്ടമുള്ള ഭാഗങ്ങൾ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. മൂത്ത് കഴിയുമ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇങ്ങനെ ഒരു കുറുകിയ രീതിയിൽ ഇരിക്കണം. ഇനി നമുക്ക് അതിലോട്ട് തിളച്ച് വരുമ്പം തലയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആദ്യം കട്ടി കൂടിയ ഭാഗങ്ങൾ ഇട്ട് കൊടുക്കണം. കട്ടി കൂടിയ ഭാഗങ്ങളാണ്. എന്നിട്ട് നമ്മളിതിൽ കുറച്ച് പുളി യൂസ് ചെയ്താൽ മതി. ഇത് ഇച്ചിരി നേരം മൂടി വെച്ച് കൂടുതൽ നേരം ഇരുന്ന് വേകണം, സാധാ മീൻകറിയേക്കാളും. ഒരുപാട് ഇളക്കണ്ട. ഈ അരപ്പ് നമ്മളിങ്ങനെ കോരി ഇതിനിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ തിളച്ച് കഴിയുമ്പോൾ ഇതിലോട്ട് അരപ്പ് വന്നോളും. ഇതിന് ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഉലുവ, ബ്ലാക്ക് പെപ്പർ പൊടിച്ച് ഇടണം. അത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിട്ട് കൊടുത്താൽ മതി. ഉലുവ കൂടിപ്പോകാതെ നോക്കണം. അപ്പോൾ നമ്മൾ കുരുമുളക്, ഉലുവ പൊടിച്ചെടുത്തു. അതിൻ്റെ ആവശ്യമുള്ള ഉപ്പിടുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്യണം. ഇപ്പോൾ വെളിച്ചെണ്ണ ഉറച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, കട്ടയായിട്ടിരിക്കുന്നത്, തണുപ്പാണല്ലോ. ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വേണം ഈ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാൻ. തിളച്ചിട്ട് പകുതി വേകാകുമ്പോഴാണ് ഈ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ഭാഗത്ത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതിന് ഈ മുളകിനും ഉലുവയ്ക്കുള്ള ഉപ്പ് നമ്മൾ ഈ എണ്ണയിൽ ചേർത്തിരിക്കണം, ഓവറായിട്ട് വേണ്ട. അപ്പോൾ ഇതാണ് ഷാപ്പിലെ പോലത്തെ ടേസ്റ്റിൽ മീൻതല വെക്കുന്നത്. നമുക്കിത് ചെറുതാക്കി വെക്കുവാണെങ്കിൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വേണ്ട. എല്ലാത്തിലും പുളിയും ഉപ്പും എരിവൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും. ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ഇത് നമ്മുടെ പുതുമയൊരു ചക്കപ്പുഴുക്ക്. ഇത് ചക്ക നൈസായിട്ട് ആവി കയറ്റി വെച്ചിരിക്കുന്നതാണ്. കൂടുതലുള്ളപ്പോൾ നമുക്കിങ്ങനെ വെക്കാം. അതെന്ന് പറയുമ്പം ആവി കയറ്റാനായിട്ട് ഉപ്പ്, തേങ്ങാപ്പീര ഇടുക, ഒന്ന് ചെറുതായിട്ട് ചൂട് കൊടുത്ത് വെക്കുക. അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇനി ഇതിനെ ചക്കപ്പുഴുക്കാക്കി മാറ്റാം. ആദ്യം കുക്കർ എടുക്കുക, അതിൽ നൈസ് വെള്ളം ഒഴിക്കുക. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. അപ്പം വെള്ളത്തിൻ്റെ ആ ഒരു വെള്ളച്ചൊവ്വ ഇതിന് വരാതിരിക്കാനായിട്ട് ഒരു തുള്ളി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കുക.
ഒരു കുറച്ച് വെളിച്ചെണ്ണ മതി, 3, 4, 5 തുള്ളി. ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ മാത്രം. എന്നിട്ട് നമുക്കിതിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് വേവിച്ചിട്ടെന്ന് പറഞ്ഞു തേങ്ങയിട്ട് പറഞ്ഞല്ലോ. ആണോ? ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തേങ്ങയിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചേക്കണതാണ്. ഇനി നമുക്കിതിന് അരപ്പുണ്ടാക്കണം. അതിലോട്ട് പച്ചമുളക്, ചുമന്നുള്ളി എടുക്കും. അതിൻ്റെ അകത്ത് തേങ്ങ മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തേങ്ങ ഉള്ളതുകൊണ്ട് ഒരു കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ തേങ്ങയ്ക്കകത്ത് ഉപ്പിടണം. പച്ചമുളക്, ഉള്ളി, തേങ്ങ ഇട്ടു. ഈ അരപ്പിന് ആവശ്യമുള്ള ഉപ്പ്, ചക്കയ്ക്കുള്ള ഉപ്പ് നമ്മൾ വേവിച്ചിട്ടുണ്ട്, ഉപ്പിട്ടു. അതുപോലെ ഇതിൻ്റെ അകത്ത് നമ്മളൊരു നൈസ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വേണ്ടാത്തവർക്ക് ഒഴിക്കണ്ട. അതൊരു അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിലാണ് അത് ശരിക്കും ഒരു പുതിയ രുചി കിട്ടുന്നത്. അതുകൊണ്ട് നൈസായിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിനെ ഒന്ന് അടുപ്പിച്ചെടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അരയ്ക്കാം. മറുകടി വെച്ചു. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഒറ്റ അടിക്കൽ ഒന്ന് മിക്സിയിലൊന്ന് കറങ്ങിയെടുത്താൽ മതി. ഒരുപാട് അരിഞ്ഞു പോകരുത്. നമുക്കത് പുഴുക്കിൻ്റെ മുകളിലോട്ട് ഇടുക. ക്ലോസ് ചെയ്യുക കേട്ടോ. നമുക്കിതിലോട്ടൊരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ പുറമേ ഒന്ന് ഒഴിച്ചേക്കുക. ഇനി ഒരു പ്രാവശ്യം മാത്രം കുക്കറിലൊന്ന് വിസിലടിപ്പിക്കുക, അടച്ചിട്ട്. നമുക്കിത് ഒരു പ്രാവശ്യം വിസിലടിച്ച് കഴിയുമ്പം ആവി ഉടനെ തന്നെ കളയണം. കാരണം നമ്മുടെ പുഴുക്കൊന്ന് വേവിച്ചതാണ്. വേവിച്ചതല്ല, കുറച്ചൊന്നും ആക്കി വെച്ചേക്കണതാണ് ആവി കയറ്റി. അപ്പം ഇനി നമ്മളിതിനെ ഇങ്ങനെ തവി വെച്ച് ഇളക്കിയാൽ കൊഴിഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കറക്റ്റ് ചെയ്യുക. ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ പുതിയതായിട്ട് വേവിച്ചത് തന്നെ ടേസ്റ്റിലിരിക്കും. ഇതിന് ചെറിയ ചുവപ്പ് കളർ പഴുത്ത മുളകിട്ട് അരച്ചത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത് ഇളക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. മീൻതലക്കറിയും ചക്കപ്പുഴുക്കും നല്ലൊരു കോമ്പിനേഷനാണ്. താങ്ക് യു.